നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. യുഎയിലെ നൂതന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എംപിസെറ്റ് ഒക്ടോബറിൽ വിക്ഷേപിക്കും. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. യുഎഇ വിക്ഷേപിക്കുന്ന 4ാമത്തെ ഉപഗ്രഹമാണിത്. മെക്കാനിക്കൽ ഘടനകളിൽ 90% ഇലക്ട്രോണിക് മൊഡ്യൂളുകളും തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പരിസ്ഥിതി പരിശോധനകളും ഉപഗ്രഹത്തിന്റെ പ്രതിരോധശേഷിയും ഉറപ്പാക്കുന്ന അടുത്ത ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ അന്തിമ വിക്ഷേപണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. നിശ്ചയദാർഢ്യമുള്ളവരെ സഹായിക്കുന്നതിന് 4 സേവനങ്ങൾ സാമൂഹിക വികസന മന്ത്രാലയം മെച്ചപ്പെടുത്തി. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ കാർഡിന് അപേക്ഷ നൽകൽ, പുതുക്കൽ, നഷ്ടപ്പെട്ടതും കേടായതുമായ കാർഡുകൾക്ക് പകരം പുതിയ കാർഡുകൾ നൽകുക, വിവാഹ ധനസഹായങ്ങൾ നൽകുക എന്നീ സേവനങ്ങളാണ് മെച്ചപ്പെടുത്തിയത്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗകര്യപ്രദവും വിപുലവുമായ ഡിജിറ്റൽ സേവനങ്ങൾ നൽകാനുള്ള യുഎഇ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനങ്ങൾ. ഇന്ത്യ അബുദാബി പ്രതിദിന സർവീസ് പ്രഖ്യാപിച്ച് ഇൻഡിഗോ. കണ്ണൂർ ഉൾപ്പെടെ 3 നഗരങ്ങളിലേക്കാണ് അബുദാബി സായിദ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് പ്രഖ്യാപിച്ചത്. അബുദാബിയിലേക്കുള്ള സർവീസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 21 പ്രതിവാര സർവീസുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കണ്ണൂർ, ചണ്ഡീഗഡ്, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്നാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുതിപ്പുമായി ഷാർജ. ഏപ്രിലിൽ മാത്രം ഷാർജയിൽ നടന്നത് 170 കോടി ദിർഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ്. 1632 ഇടപാടുകളിലൂടെ 65 ലക്ഷം ചതുരശ്ര അടിയുടെ വിൽപ്പന നടന്നതായി ഷാർജ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ വകുപ്പ് അറിയിച്ചു. കെട്ടിടങ്ങൾക്ക് പുറമെ സ്ഥലവും നിർദ്ദിഷ്ട പദ്ധതികളിലെ ഫ്ളാറ്റുകളുടെയും മറ്റും ഇടപാടുകളും ഇതിൽ ഉൾപ്പെടും. ഒമാനിൽ പുതിയ വാഹനങ്ങൾ ഏജൻസികൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഓൺലൈൻ സൗകര്യമൊരുക്കി. നേരത്തെ പുതിയ വാഹന രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഏജൻസികൾ ROP വാഹന രജിസ്ട്രേഷൻ വകുപ്പിൽ നേരിട്ടെത്തി രേഖകൾ സമർപ്പിക്കേണ്ടിയിരുന്നു. പുതിയ സംവിധാനം വാഹന രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പത്തിലാക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട റോയൽ ഒമാൻ പോലീസ് രാജ്യത്തെ നിരവധി വാഹന വിൽപ്പന ഏജൻസികളുമായി കരാറിൽ ഒപ്പുവെച്ചു. രാജ്യാന്തര ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി അറേബ്യ ഡിജിറ്റൽ കാർഡ് പുറത്തിറക്കി. ഹജ്ജ് വേളയിൽ ഒറ്റപ്പെടുന്നവരുടെയും കൂട്ടം തെറ്റുന്നവരുടെയും മരിക്കുന്നവരുടെയും വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും. ഹജ്ജ് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദേശകാര്യ മന്ത്രാലയം, ഹജ്ജ് ഉംറ മന്ത്രാലയം, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് തിരിച്ചറിയൽ കാർഡ് പുറത്തിറക്കിയത്. ആഭ്യന്തര മന്ത്രാലയം പോർട്ടലുകളായ അബ്ഷീർ, നവകൽന പ്ലാറ്റ്ഫോം എന്നിവ വഴിയുള്ള സേവനങ്ങൾക്കും ഡിജിറ്റൽ കാർഡായി ID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.